ആ മാഡം തുടങ്ങാം. ഓക്കെ. ഗുഡ് ഈവനിങ്. കേരള PSC LSGSന്റെ LDC LGS അതിന്റെ അകത്ത് ജനറൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസിൽ വരുന്ന, അതായത് സിലബസ് ടോപ്പിക്സിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ് ഇന്ന് നോക്കുന്നത്. ആർട്ടിക്കിൾസും പൊസിഷൻസും. അതിന്റെ അകത്ത് പിന്നെ നിറയെ ഇത് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യൻ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് വരുന്നത്. അതിന്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ആണ്. നമുക്കപ്പോ തുടങ്ങാം. കാണുന്നുണ്ടോ? ഇല്ല, വരുമായിരിക്കും. ഒന്ന് സ്ക്രീനിലൊന്നും കാണുന്നില്ല. സ്ക്രീനിലൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് മാം. ഓക്കെ. അറിയല്ലോ, അങ്ങനെ മൂന്നെണ്ണാണ് ഇംഗ്ലീഷില് ആർട്ടിക്കിൾസിന്റെ അണ്ടറിൽ വരുന്നത്. നമ്മൾ രണ്ട് ടൈപ്പായിട്ടാണ് പറയാ. ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നിനെ പറയുമ്പോഴേക്കും ആർട്ടിക്കിൾ എടുക്കുക. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ പിന്നെ അപ്പൊ ഇൻഡെഫിനിറ്റ് വരുന്നത് ഇൻഡെഫിനിറ്റ്, വരുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളിലോ വരുന്നത്. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആർട്ടിക്കിൾസിൽ പറയാനുള്ളത്. എ ആൻഡ് ദ. ഇതിൽ ഡൗട്ട് ഒന്നും they are using along with common countable noun and in its singular form. അതായത് കോമൺ കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിന്റെ സിംഗുലർ ഫോംസിലാണ് ആയാലും ആയാലും ദായാണെങ്കിൽ കൂടിയും ഒരു എന്നുള്ള ഒരു പിന്നെ ഇതാണ് കൊടുക്കുന്നത്. ഒരു എന്നുള്ള ഒരു അർത്ഥമാണ് എപ്പോഴും ഇത് കൊടുക്കുക. അപ്പം ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എയും എനും they are used along with any common countable noun in its singular form. അതായത് ഒരാന, ലൈക്ക് an elephant, ഒരു ആപ്പിൾ, an apple. അപ്പൊ ഇതിന്റെ റൂൾസ് എവിടെയാണ് എ ഉപയോഗിക്കുന്നത്. ഇതിനും ഒരേ യൂസേജ് ആണെങ്കിൽ കൂടിയും ഇത് ഉപയോഗിക്കേണ്ട ഒരുപാട് റൂൾസ് ഉണ്ട്. ഇംഗ്ലീഷിന്റെ ഇതിൽ പറയുമ്പോൾ നമ്മള് എത്ര തന്നെ റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞാലും കുറെ എക്സെപ്ഷണൽ കേസുകൾ കൂടെ ഉണ്ടാവും. അപ്പൊ റൂൾസ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതിന്റെ എക്സെപ്ഷണൽ കേസസ് കൂടെ നോക്കിയാലേ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ കൂടി ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇതിന്റെ നോക്കുക, മൂന്നാമത്തെ ലൈൻ നോക്കുക. ദ ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ സിഗ്നിഫൈ എ സിംഗിൾ ടേം സച്ച് ആസ് മാൻ എക്സെട്ര. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു മാൻ,
ഒരു കാറ്റ്, അറിയാലോ, എന്റെ യൂസേജ് അറിയാലോ. They are called indefinite articles as they do not refer to any particular person. അതായത് they are called indefinite articles. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? Do not refer to any particular person. ഒന്നിനെ കുറിച്ചും പ്രത്യേകിച്ച് പറയുന്നില്ല, ഒരു പെർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആനിമലിനെ കുറിച്ചോ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ. ബട്ട് മേക്ക് ജനറൽ നോട്ട് ഡെഫിനിറ്റ് റെഫറൻസസ്. ജനറൽ ആയിട്ടാണ് നമ്മൾ ഒന്നിനെ പറയുന്നത്. ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്റെ വീട്ടിലുള്ള കാറ്റാണോ നിങ്ങളുടെ വീട്ടിലെ കാറ്റാണോ എന്നൊന്നുമില്ല. കാറ്റ് ജനറൽ ആയിട്ട് നമ്മൾ പറയാണ് കാറ്റിനെ കുറിച്ച്. എ മാൻ, അതായത് ഒരു മനുഷ്യൻ. അപ്പൊ ഇത് ഇന്നയാളാണെന്നുള്ള ഒരു ഇതില്ല. പക്ഷെ ദാ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരിവിടെ എക്സെപ്ഷണൽ പറയുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നോക്കിയോ? നമുക്ക് റൂൾസിലേക്ക് പോവാം. Let us look at the difference in article A. And അല്ല, അവിടെ an ആണ് വരേണ്ടത്. Article A is used before nouns sound. യൂഷ്വലി പറയാൻ നേരം A നമ്മൾ ഉപയോഗിക്കുന്നത് A ഇരുന്നത് എപ്പോഴും എപ്പോഴും. പിന്നെ ഇതിന്റെ കോൺസണൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡിന് കോൺസണന്റ് വോവൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക. വോവൽസ് AEIOU 26 ലെറ്ററിലെ ആണ് വോവൽ. പിന്നുള്ളത് കോൺസണൻസിലാണ്. ബാക്കി വരുന്ന എല്ലാ കോൺസണൻസ് ആണല്ലോ. അപ്പൊ ഈ കോൺസണൻസ് ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡാണ് വരുന്നത്. അത് മുന്നേ ഉപയോഗിക്കുന്നതായിരിക്കും A ആയിരിക്കും. ഇനി ഉണ്ടെങ്കിൽ താഴേക്ക് വരുന്നുണ്ട്. നമുക്ക് എനെ കുറിച്ച് പറയാം, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയാം. പറഞ്ഞ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ നോൺ ബിഗിനിങ് ദ കോൺസണന്റ് സൗണ്ട് എന്ന് പറയുന്ന സൗണ്ട് കോൺസണന്റ് ആണല്ലോ. കാറ്റിന് പിന്നിൽ എന്താ ഇതാണ് ഇതിന്റെ അർത്ഥം. May also present consonant sounds in some words such as university, one and Europe. എന്താ പറയുക, നമ്മൾ AEIOU ഉള്ളത് മാത്രല്ല ണ്ട് കൂടെ എന്തിൽ AEIO എന്ന വോവൽ സൗണ്ടിനെ ഇ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടി അപ്പൊ യൂറോപ്യൻ എന്നുള്ളത് ഇയാളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ അതൊക്കെ വരുന്നത് യൂറോപ്യൻ. യാണ് സൗണ്ട് എങ്കിൽ കൂടിയും വരുന്നത് യൂറോപ്യൻ, അങ്ങനെ വരുള്ളൂ. ഇനി പറയാനുള്ളത് എന്താണ്? ഇഫ് യു ലുക്ക് അറ്റ് the pronunciation of with consonant sounds യു. ഇപ്പൊ യാക്ക്, ഇയർ ഇതൊക്കെ പറയുമ്പോ കൂടിയും ഇയർ, യാക്ക് അങ്ങനെയാണ് പറയാ. പിന്നെ പറയാനുള്ളത് എയുടെ കാര്യങ്ങൾ ഇത്രയും കൂടെ ഉള്ളൂ. അതായത് ഇപ്പൊ ചിലപ്പോ എന്ന് പറയുമ്പോ ഈ പിന്നെ പെന്ന്, കാറ്റ് ഇങ്ങനെയൊക്കെ പറയുന്നതില് യൂണിവേഴ്സിറ്റി, യൂറോപ്യൻ, യൂണിഫോം, ഇയർ, ഉട്ടോപ്യൻ, ഉട്ടോപ്യൻ അല്ല യൂട്ടോപ്യൻ എന്നാണ് പറയാ, യൂട്ടോപ്യൻ. പിന്നെ വൺ വേ ടിക്കറ്റ്, ₹1. അങ്ങനെ വൺ വേ, വണ്ണിന്റെ ഇതൊക്കെ ആലോചിക്കാന് പറയുകയാണെങ്കിൽ ഇപ്പോ വൺ എന്ന് പറയുന്നത് സൗണ്ട് ആണല്ലോ വരുന്നത്, അതായത് കോൺസണന്റ് സൗണ്ട് ആണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് AEIOU ആണെങ്കിൽ കൂടിയും ഈ O വരുമ്പോഴേ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? പിന്നെ
ഓ വരുമ്പോ നമ്മൾ യൂഷ്വലി വവ്വല് ഫസ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏനായിരുന്നെങ്കിൽ കൂടിയോ വൺ വരുമ്പോ അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കൂ എന്താണ് ഒരു കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് എപ്പോഴും വൺ വേ ടിക്കറ്റ് അങ്ങനെ ആലോചിച്ച് നോക്ക് വേ ടിക്കറ്റ് എ 1 rupee അങ്ങനെ പറയാം എ 1 വേ ടിക്കറ്റ് എന്ന് പറയില്ല അത്രയേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. പിന്നെ ഇതിന്റെ അകത്ത് പിന്നെ വേറെ പറയാനുള്ളത് ഇത്രയാണ് എനെ കുറിച്ച് പറയാനുള്ളത്. എ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമാണ് വരുന്നത്. ഈ എ ഉപയോഗിക്കുന്നത് യൂഷ്വലി കോൺസണന്റ് സൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാക്കിന്റെ പിന്നിലാണ് നമ്മൾ എപ്പോഴും എ ഉപയോഗിക്കുന്നത്. എ കാറ്റ്, എ റാറ്റ്, പിന്നെ അതേപോലെ അങ്ങനെയുള്ള എല്ലാത്തിന്റെയും പിന്നിലാണ് എ ഉപയോഗിക്കുന്നത്. അപ്പോ യൂഷ്വലി ഇനി നമുക്ക് ആനിലേക്ക് പോവാം. ആനിലേക്ക് പോവാണെങ്കിൽ നോക്കുക, വോവൽ സൗണ്ട് എന്താ പറയുന്നത്? നമ്മൾ എ പറഞ്ഞതുപോലെ തന്നെ വരുന്നത് ആണല്ലോ. നമ്മൾ വോവൽ സൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു എക്സാമ്പിൾ ഒരു വേർഡ് പറയും. ഒരു വോവൽ APPLE. APPLE ഫസ്റ്റ് ലെറ്റർ എന്താ? വേണ്ടത് ഏനാണ് വേണ്ടത്. അതായത് വവ്വലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഏന് യൂഷ്വലി ഏനാണ് അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഏനും ഏയും തമ്മിൽ തിരിഞ്ഞല്ലോ, വ്യത്യാസം തിരിഞ്ഞല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ. ഏയും ഉപയോഗിക്കണം എന്നുള്ളത് ക്ലാസിഫിക്കേഷൻ. എങ്കിൽ കൂടിയും സ്പെസിഫിക് എന്താണ് കോണ്ടക്ട് ഇത് പറയുന്നുണ്ട്. അതായത് ഏൻ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് റൂളുകൾ ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. ഫില്ല് ചെയ്യുന്നുള്ളത് വരുമ്പോ ഈ റൂൾസ് എന്തൊക്കെ ഇതില് ഈ ഒരു ആദ്യത്തിന് ശേഷം വരുന്ന വേർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആണെങ്കിൽ ആന്, കോൺസണന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് അടുത്തതെങ്കിൽ മുന്നിലുള്ള ആർട്ടിക്കിൾ എന്തായിരിക്കും? എ. അപ്പൊ ഇങ്ങനെയാണ് നോക്കാം ഏതൊക്കെ ടൈമിലാണ് നമ്മൾ ആൻ ഉപയോഗിക്കുന്നത് നോക്കാം. നോക്ക് there are an is used for nouns beginning with the vowel sound. There are two things to remember while using an. എന്താണ് കാര്യങ്ങൾ? തുടക്കത്തിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്താണ്? There are sounds at corner, ഓണർ ഓണസ്റ്റിന്റെ അകത്ത് പിന്നെ കാണാൻ കഴിയും ഓണർ എന്ന് പറയാം. ഹോണർ, ഓണസ്റ്റ് അല്ല, ഓണസ്റ്റ് ആണ്, അവറാണ്. പറയും 1 hour ആണ് ശരിക്കും. അപ്പൊ ഫസ്റ്റ് പ്രൊണൗൺസ് ചെയ്യുന്ന ഒരു വേർഡ്, ഒരു ലെറ്റർ നമ്മള് വവ്വലാണ് എടുക്കുന്നത്. ഓ എന്ന് പറയുന്ന ഒരു വവ്വലാണ് അവിടെ വരിക. അപ്പൊ ഈ ഓ എന്ന് പറയുന്ന വരുമ്പോ ഓണസ്റ്റ് ആണ് ശരിക്കുമ്പോ. അപ്പൊ ഈ ഫസ്റ്റത്തെ ഓണ് നമ്മളെ വവ്വലെങ്കിൽ എന്ത് വരും? ഫസ്റ്റ് ലെറ്റർ വവ്വലാണെങ്കിൽ എന്തേലും വരിക? ഏനാണ് വരിക. ഏൻ ഓണസ്റ്റ് പേഴ്സൺ അങ്ങനെ വരിക. അല്ലാതെ എച്ച് ആണല്ലോ ഫസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന്റെ മുന്നിൽ കൊണ്ടുപോയി എ എഴുതട്ടെ, എ ഹോണസ്റ്റ് പേഴ്സൺ എഴുതട്ടെ. അപ്പൊ അങ്ങനെയല്ല, വവ്വലാണെങ്കിൽ അതിന്റെ പിന്നിൽ എപ്പോഴും എന്തായിരിക്കണം? ഏനായിരിക്കണം വെക്കേണ്ടത്. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നമ്മളും ഇതിന് ശേഷം
കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ലെറ്റർ എന്താണെന്ന് നോക്കുക ഫസ്റ്റ്. അപ്പോ ഈ എച്ച് പോലുള്ള സാധനങ്ങളാണെങ്കിൽ ഇത് നിങ്ങൾ തരുന്നതാണ്. അപ്പോ ഓണസ്റ്റ് പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇല്ല. Pronounced with an initial vowel sound, the article used with the these is pronounced with a vowel sound at the beginning through these words starts with the consonants letters. അതായത് കുറച്ച് അബ്രിവിയേഷൻസ് ഉണ്ട്. എന്താ അബ്രിവിയേഷൻസ് എന്ന് അറിയോ ആർക്കെങ്കിലും? ചില നമ്മൾ എഴുതും. ഒരു എഴുതാന്ന് പറയാം. UG എന്ന് പറയും, അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പൊ അതേമാതിരി പറയാം. അതേപോലെ അബ്രിവിയേഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. These are usually abbreviations of longer phrases. Some such words are MSc, Master of Sanskrit, Master of Science, MPhil, Master of Philosophy, MP, Member of Parliament, etc. Since they are pronounced with an initial vowel sound, the indefinite article an is used in the modified such words. എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള സാധനങ്ങളില് നമ്മൾ എപ്പോഴും എന്താ ഉപയോഗിക്കേണ്ടത്? an ആണ് ഉപയോഗിക്കേണ്ടത്. ഇതില് an ആണ് ഉപയോഗിക്കേണ്ടത് എന്നാ പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? അതായത് ഒന്നാമത് നമ്മൾ പറഞ്ഞു an ഉപയോഗിക്കേണ്ട ഒന്നാമത്തെ സ്ഥലം സൈലന്റ് ഉണ്ടാവുമ്പോ an അവർ, an ഓർഡർ. രണ്ടാമത് നമ്മൾ പറയാണ് അബ്രിവിയേഷന്റെ മുന്നിൽ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? കോൺസണന്റ് ആണെങ്കിൽ കൂടിയും HIV എന്നൊക്കെ പറയുന്നില്ലേ, നമ്മൾ HIV ആണ്, MLA, എക്സ്റേ, MA, ഇങ്ങനെയൊക്കെ പറയുമ്പോ ഫസ്റ്റ് ലെറ്റർ കോൺസണന്റ് ആണെങ്കിൽ കൂടിയും നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം എന്താണ്? A എന്നാണ്, A അല്ല. ഡൗട്ട് ഉണ്ടോ? അപ്പോ യൂഷ്വലി ഇതിന്റെ ജനറൽ റൂളാണ് വവ്വൽ ഉപയോഗിക്കുമ്പോ മുന്നിൽ an ഉപയോഗിക്കണം. an ആപ്പിൾ ആലോചിച്ചാൽ മതി. A ആപ്പിൾ അല്ല, an ആപ്പിൾ. an ആപ്പിള്, ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ A ഒരു വവ്വലാണ്. അപ്പൊ വവ്വലിന്റെ മുന്നിൽ എപ്പോഴും an വരുള്ളൂ. അപ്പോ അങ്ങനെ ആലോചിക്കാം. വവ്വലിന്റെ പക്ഷേ സാരൊക്കെ എന്താവുക? ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ കൂടി നമുക്ക് കുറച്ച് താഴോട്ട് പോവാം. പിന്നെ എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് എന്തൊക്കെയാ അത്? ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഇതിന്റെ അകത്ത് തന്നെ A എങ്ങനെയാണ്, an എങ്ങനെയാണ് യൂസ് ഇതിനകത്ത് നമ്മൾ an എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞല്ലോ. ഇനിയിപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന സാധനമാണ് എന്തെന്ന്? നമ്മൾ ദായാണ് ഇനി നോക്കാൻ പോകുന്നത്. എയും ആനും നമ്മൾ നോക്കിക്കഴിഞ്ഞു, അതിന്റെ റൂൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ നോക്കുകയാണ് ദാ ഞാൻ മുന്നേ പറഞ്ഞു. എന്താ അത്? ദാ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. എപ്പോഴും ആലോചിക്കുക, ഈ A ആണെങ്കിലും an ആണെങ്കിലും ആണെങ്കിലും ഒരു എന്ന് പറയാനുള്ള ഒരു മീനിങ് ആണ് അത് തരുന്നത്. ഇതാണ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്, അങ്ങനെ ഒരു ഇത് വേണ്ട. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എന്ന് പറയുന്ന ഒരു മീനിങ് മാത്രമാണ് ഇത് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ദാ ഉപയോഗിക്കേണ്ടത് ഒരു എന്നുള്ള, അതായത് ദാ കുറച്ചുകൂടെ
റൂൾസ് ഉണ്ട് എന്ന് പറയാം, എയും ആനും ഇതാക്കുകയാണെങ്കിൽ. അപ്പൊ ഈ ആനിന്റെ തന്നെ കുറച്ചും കൂടെ നോക്കിക്കോ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ക്യാൻ ബി യൂസ്ഡ് ബിഫോർ കോമൺ സിംഗുലർ നൗൺസ്. അറിയാലോ, എ മാൻ, എ ഹൗസ്, എ ട്രീ, എൻ എലിഫന്റ്, എൻ ഓറഞ്ച്. അതായത് കോമൺ സിംഗുലർ നൗൺസ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റ, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ ടു. അതറിയാലോ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ യൂസേജ്. രണ്ടാമത്തത് ദേ ക്യാൻ ബി യൂസ് ടു ഡെഫിനിറ്റ് ഓർ ഡിസ്ക്രൈബ് എ പേഴ്സൺ ഓർ എൻ ഒബ്ജക്റ്റ്. എന്തിനാ നമ്മള് ഒരു ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, ആൻ എഞ്ചിനീയർ, എ മൊബൈൽ ഫോൺ, എ സ്റ്റുഡന്റ്, ആൻ ഇമ്പോർട്ടന്റ് വാച്ച്. മൂന്നാമത്തെ നോക്കിക്കോ, ദേ ക്യാൻ ബി യൂസ്ഡ് വെൻ എ പ്രോപ്പർ നൗൺ യൂസ്ഡ് ആസ് എ കോമൺ നൗൺ. ഒരു പ്രോപ്പർ നൗൺ എന്താ പറയുക, ഒരു കോമൺ നൗൺ ആയിട്ട് മാറുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. വി നീഡ് എ ഗാന്ധി ടു സ്റ്റോപ്പ് ദ വയലൻസ് ഇൻ ഇന്ത്യ നൗ. ഒരു ഗാന്ധി വേണം എന്തിന്, ഈ നാട്ടിലുള്ള വയലൻസ് ഒക്കെ ഒന്ന് മാറ്റണമെങ്കിൽ നമ്മൾ ഗാന്ധി തന്നെ വരണം എന്നാണ് അതിൻ്റെതാണ് ആ ഒരു എ ഗാന്ധി കാണുന്നില്ലേ, അതുകൊണ്ടാണ് അവിടെ എ ഗാന്ധി എന്ന് പറഞ്ഞത്. അത് നമ്മൾ വേറൊരു ക്ലാസ് നമുക്ക് ഇഡിയം, ചില ഇഡിയമുകളില് ഹറി കണ്ടോ, ആ ഒരു എ ഹറി നമ്മൾ ഈ ഒന്നിച്ച് ഹറിന്ന് ഒരു ഹറിന്നൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇതിന്റെ കോമൺ ഇൻഡെഫിനിറ്റ് യൂസ് ജസ്റ്റ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത സ്ഥലങ്ങളും ഉണ്ട്. ഈ ഇപ്പൊ ഇംഗ്ലീഷിൽ ഏതൊരു ഗ്രാമറിന്റെ റൂള് പറയുകയാണെങ്കിലും അതിന്റെ എക്സെപ്ഷൻ മസ്റ്റ് ഉണ്ടാവും. അപ്പോ വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് കയ്യിലാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ കിട്ടുള്ളൂ. നമ്മൾ ഇതൊന്നും ബൈഹാർട്ട് ഇവിടെ കുറച്ച് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എത്ര കഴിഞ്ഞു? നമ്മളിപ്പോ ദായാണ് പറയാൻ നോക്കിയത്. ദാ ഒന്നുകൂടെ നോക്കിക്കോ. ദാന്റെ കാര്യത്തിൽ പറയുമ്പോ കുറച്ച് റൂൾസ് ഉണ്ട് കേട്ടോ. ദാ കണ്ടമാന ആടിയുടെയൊക്കെ നമുക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ. ദ ഐ ആം ദ സോറി അലിയ എന്നൊക്കെ പറയുന്ന പോലെ ദാ നമ്മൾ കണ്ടമാന അവിടെ ഇവിടെ എറിയും. പക്ഷെ ദാക്ക് കുറേ റൂൾസ് ഉണ്ട്. അതിൽ തന്നെ ദാ എവിടെ പറയണം, ദീ എവിടെ പറയണം, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളില്ലേ. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും ആരും നോക്കൂലല്ലോ. അപ്പൊ നമുക്ക് അത് വിടാം. നമുക്ക് ഈ ദാ എങ്ങനെയാണ് യൂസേജ് എന്ന് മാത്രം നോക്കാം. പേജ് കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടെ മെസ്സേജ് അയക്കണേ. ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇത് വരുമായിരിക്കും. ജസ്റ്റ് വെയിറ്റ്. അതായത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ദാ വരുന്നതാ. അയ്യോ, ക്ലിയർ, സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ ആലോചിക്കുക. The name suggests the definite article that is used to be specify the noun that it is moving. അതായത് എന്ന് പറയുന്ന രീതിയിലാണ് ഇനി ഒന്ന് സ്ട്രെസ് നമ്മൾ ഇതിന് മാക്സിമം നമ്മൾ ഇതാ ഉപയോഗിക്കുന്നത്. ഒരു ഐഡിയ ഉണ്ട് നമുക്ക് അതിനെ കുറിച്ച്. ചിലപ്പോൾ നമ്മൾ അതിന് മുന്നേ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതെയാണ് പറയുന്നത് എന്ന് അറിയിക്കാൻ കൂടി നമ്മൾ ഇത് ഉപയോഗിക്കും. ചിലപ്പോൾ പറയാം. As the name suggests, the article the is used to specify the nouns. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് എന്താണ്, വളരെ എന്താ പറയണ്ടേ, സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയുന്ന കാര്യത്തിനെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നോക്കിയോ, നെക്സ്റ്റ് ലൈൻ നോക്കിയോ. ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഓൾവേസ് റെഫേഴ്സ് ടു എ. ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ
ഇവിടെ ഇത് സ്ക്രീനിൽ കാണുന്നുണ്ടോ? സെക്കൻഡ് ലൈൻ, ഐ മീൻ ഈ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ താഴെ നോക്കി നോക്ക്. ഡെഫിനിറ്റ് ആർട്ടിക്കിള് ഒരു മാൻ, പർട്ടിക്കുലർ പേഴ്സൺ, ആനിമൽ ഓർ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് പറയുന്നത് എന്താന്ന്, ആനിമൽ ഓർ ഒബ്ജക്റ്റ്. രണ്ടാം The definite article can be used in the following ways. നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട രീതിയാണ് നമ്മൾ ഇനി പറയുന്നത്. With the nouns already mentioned in the communication. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഒരാളെ കുറിച്ചോണ്ട് പറഞ്ഞു, ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു മരത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക വെച്ചോ. നമ്മൾ ഒരു ലൈനിൽ പറഞ്ഞു, 2 ലൈനിൽ പറഞ്ഞു. ഇപ്പൊ നമ്മള് മാംഗോ ട്രീസ്, മാംഗോ ട്രീ ഗിവ്സ് മാംഗോ, ദ ട്രീ നമ്മൾ പറയുമ്പോ ദ ട്രീ ഈസ് ഹെൽപ്ഫുൾ ഫോർ ലിവിങ്, അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ലൈൻ പറയാണെന്ന് വെച്ചോ, അപ്പൊ അവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ദ പറയാന്, ദ ട്രീ. അപ്പൊ ഈ ദ ട്രീ ആണ് മുന്നേ വരെ ഞാൻ പറഞ്ഞ അതേ ട്രീ ആണ് ഈ ട്രീ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ സെന്റൻസ് നല്ലോണം കോംപ്രിഹെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ദ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വിത്ത് ആൻ ഓൾറെഡി മെൻഷൻഡ് ഇൻ ദി കമ്മ്യൂണിക്കേഷൻ, നമ്മൾ സംസാരത്തിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത ഒന്നിനെ ഒന്നും കൂടെ പറയുമ്പോഴാണ് നമ്മൾ ഇതാ ഉപയോഗിക്കുക. ഐ മെറ്റ് എ പുവർ മാൻ ഓൺ മൈ വേ, ഐ ഗേവ് ദ മാൻ സം മണി. ആ ഏത് വേനെ കണ്ട ആർക്കോ അല്ല പൈസ കൊടുത്തേക്കുന്നത്. ഞാൻ വഴിയിൽ ഒരാള് പാവായിട്ട്, എന്താ ബെഗറായിട്ട്, ഒരു പുവർ ആയിട്ടുള്ള ഒരു മാനെ കണ്ടു, ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് വരുന്ന നോക്കിയോ, ഐ ഗേവ് ദ മാൻ സം മണി. നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഞാൻ എന്താ ക്യാഷ് കൊടുത്തു, ഞാൻ മണി കൊടുത്തു. ആർക്ക്? ദ മാൻ. ആർക്ക്? അതേ ആൾക്ക് തന്നെ കൊടുത്തത്. അപ്പൊ ാണ് പിന്നെ ഓൾറെഡി മെൻഷൻ ചെയ്ത ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു നൗണും വരുന്നത്. രണ്ടാമത്തെ വിത്ത് അൺകൗണ്ടബിൾ നൗൺസ് വിത്ത് ജനറിക് റെഫറൻസ്. അൺകൗണ്ടബിൾ നൗൺസ് വരുന്നതുണ്ട്. അതായത് ദ മിൽക്ക് ഈസ്, എക്സാമ്പിൾ നോക്കിയാൽ ദ മിൽക്ക് ഈസ് എ കംപ്ലീറ്റ് ഡയറ്റ് ഇൻ ഇറ്റ് സെൽഫ്. ഈ മിൽക്ക് ഇതൊക്കെ എന്താണ്, അൺകൗണ്ടബിളിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ മൂന്നാമത്തത് നോക്കിയോ, വിത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് വിത്ത് സ്പെസിഫിക് റെഫറൻസ്. ഇത് നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ എക്സാം ആയിട്ട് പറയുമ്പോ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മൾ നാലാമത്തെ ഓർഡിനൽസ് സച്ച് ആസ് നെക്സ്റ്റ് എക്സ്ട്രാ. ഈ ഓർഡിനൽ എന്താണെന്ന് മനസ്സിലായോ? നമ്മള് സെക്കൻഡ് നല്ല റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, സഹകരിക്കുക. അതായത് പിന്നെ ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ചിലപ്പോ സ്ക്രീന് ഇത് വരുമായിരിക്കും. ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ? അതായത് രണ്ടാമത്തെ സാധനം വരുന്നത് ഇതാ ഉപയോഗിക്കാം. മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ടല്ലോ, നമ്മളെ മൗണ്ടെയിൻ റേഞ്ചസ്, ഇൻഡസ്, അറേബ്യൻ സി, ആൻഡമാൻ നിക്കോബാർ സി, ബേ ഓഫ് ബംഗാൾ, ഇതിന്റെ ഒക്കെ മുന്നിൽ നമ്മൾ ദായാണ് ഉപയോഗിക്കുക. അറേബ്യൻ സി എന്ന് പറയില്ല, അറേബ്യൻ സി എന്ന് പറയില്ല, ദ അറേബ്യൻ സി. ഇതേപോലെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. ഏത് പിന്നെ നമ്മളെ ഇതൊക്കെ പറയുമ്പോ അറേബ്യൻ സി, ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ്, ഇതൊക്കെ ഒരു എന്താ പറയണ്ടേ, ഞാൻ അതാ പറഞ്ഞ കുറച്ച് സംഭവമാക്കി പറയുന്ന എല്ലാ സാധനത്തിനും മുന്നിലുമാണ് നമ്മൾ ഇതാ കൊടുക്കുക യൂഷ്വലി. ഫസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞോക്ക്. ആദ്യം നമ്മളിപ്പം പറഞ്ഞത് എന്താണ്, നോർമലി ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു സാധനം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ദാ ഉപയോഗിക്കും. ആ നൗണിന്റെ പുറകിൽ ദാ ഉപയോഗിക്കും. പിന്നെ പറയാനുള്ളത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ പിന്നിൽ ദാ ഉപയോഗിക്കും. പിന്നെ മൂന്നാമത് പറഞ്ഞത് എന്താ, നമ്മള് ഓർഡിനൽസ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ്, സെക്കൻഡ്,
ദ ഫസ്റ്റ് പേഴ്സൺ അങ്ങനെയാണ് പറയാ. എ ഫസ്റ്റ് പേഴ്സൺ അങ്ങനെയല്ല, ദ ഫസ്റ്റ് പേഴ്സൺ. അപ്പൊ ദായാണ് ഈ ഓർഡിനൽസിന് പുറകെ കൊടുക്കുക. പിന്നത്തെ നോക്കിക്കോ, കാണുന്നുണ്ടല്ലോ അല്ലെ, ക്ലിയർ ആവുന്നില്ലേ? വിത്ത് ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോംസ് ഓഫ് അഡ്ജക്റ്റീവ്സ്. ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോംസ് എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പം എന്താ പറയാ, നമ്മൾ ഇത് പറയുന്നില്ലേ, ഇപ്പൊ ടോൾ ആണ് ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാല് റൂട്ട് വേർഡ് എങ്കിൽ ടോളർ ആണ് അതിന്റെ നെക്സ്റ്റ് ഡിഗ്രി. മൂന്നാമത്തെ ഫൈനൽ ഡിഗ്രി, അതായത് സൂപ്പർലേറ്റീവ് ആണ് എന്ത്, ടോളസ്റ്റ് വരിക. ടോളസ്റ്റ് മനസ്സിലായോ? ഇതാണ് ടോളസ്റ്റ്. ടോളസ്റ്റ് ഇതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അതിന്റെ ഈ ടോളസ്റ്റിന്റെ പുറകിൽ എപ്പോഴും എന്തേ വരുള്ളൂ? ദാ വരും. മനസ്സിലായോ? ദാ. അതായത് ഈ സൂപ്പർലേറ്റീവ് ഇപ്പൊ ഇപ്പൊ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ പറയും. ഈ സൂപ്പർലേറ്റീവ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അതായത് ഗുഡ്, ബെസ്റ്റ്, ബെറ്റർ അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ബെറ്റർ അല്ലെങ്കിൽ മോസ്റ്റ്, അങ്ങനെ എസ് ടികളാണ് അധികവും. ഈ സൂപ്പർലേറ്റീവിന്റെ ലാസ്റ്റ് എസ് ടി വരും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള വേർഡുകള് ഇപ്പൊ ബെസ്റ്റ്, അങ്ങനെ മോസ്റ്റ്, പ്രെറ്റിയസ്റ്റ് അങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾക്ക് മുന്നിൽ എപ്പോഴും എന്താ ഉപയോഗിക്കുക? ദാ ഉപയോഗിക്കും. അതാണ് അഞ്ചാമത്തെ സാധനം. ദ സൂപ്പർലേറ്റീവിന് മുന്നേ ദാ വരും. പിന്നത്തെ നോക്കിയോ, എക്സാമ്പിൾ കണ്ടോ അതിന്റെ? ദിസ് ഇസ് ദ ബെസ്റ്റ് കോംപ്ലിമെന്റ് ദാറ്റ് ഐ ഹാവ് എവർ റിസീവ്ഡ്. ദ ബെസ്റ്റ് കണ്ടില്ലേ? ഇനി അടുത്ത സാധനം നോക്കിക്കോ, വിത്ത് ദ നൗൺസ് ദാറ്റ് ആർ യുണീക്ക് സച്ച് ആസ് സൺ, സ്കൈ, എർത്ത്. അതുപോലെ യുണീക്ക് ആയിട്ടുള്ള, യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? യുണീക്ക് എന്ന് പറഞ്ഞാൽ അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. അതാണ് യുണീക്ക്. അപ്പൊ അതൊരു യുണീക്ക് പേഴ്സണാലിറ്റി ആണെന്ന് പറഞ്ഞാല് അയാളെ പോലെ ഒരാളില്ല. അത്രയും എന്താ പറയണ്ടേ, അൺകമ്പയറബിൾ ആയിട്ടുള്ള ഒരാള്. ഇപ്പൊ നമ്മൾ മൂണിനെയും സണ്ണിനെയും ഒക്കെ പറയും. മൂണ് പോലെ വേറെ ഒന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ സണ്ണിന് കമ്പാരിറ്റീവ് ആയിട്ട് വേറൊന്നുമില്ല. അങ്ങനെ വേറൊരു കോമ്പറ്റേറ്റീവർ ഇല്ലാത്ത അതിനെയാണ് നമ്മൾ എപ്പോഴും യുണീക്ക് എന്ന് പറയാം. അത് എപ്പോഴും പെക്യുലർ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. അതിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് അതിനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമാണെങ്കിൽ അതിന് മുന്നേ എന്ത് വരും? ദാ വരും. അതിന്റെ എക്സാമ്പിൾ നോക്കിയോ, രണ്ടാമത്തെ ഇവിടെ 6ാമത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് കാണുന്നുണ്ടോ? എക്സാമ്പിള്, ദ എർത്ത് ഗോസ് റൗണ്ട് ദ സൺ. എന്താ പറയുന്നത്? ദ എർത്ത് ഗോസ് റൗണ്ട് ദ സൺ. സണ്ണിന്റെ കണ്ടില്ല, സൺ. അതാണ് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ചില നൗൺസ് പുറത്ത് എപ്പോഴും ദായാണ് വരിക. ഡൗട്ട് ഇല്ലല്ലോ? അതിന്റെ അകത്താണ് എക്സാമ്പിൾ ഇതൊക്കെ പറഞ്ഞത്. എന്ത്? ദ സണ്ണ്, ദ മൂണ്, ഇതൊക്കെ പറഞ്ഞത്. പിന്നെ പറയുന്നത് എന്താ? അടുത്ത സാധനം നോക്കോ, ഇത് നെയിംസ് ഓഫ് സീസ്, ഓഷ്യൻസ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ഓഷ്യന്റെയും റിവറിന്റെയും ഒക്കെ പിന്നെ പുറകിൽ എന്താ വരികയുള്ളൂ? ദ നൈൽ ഫ്ലോസ് ത്രൂ ദി ഈജിപ്ത്, ദ നൈൽ, ദ ഇൻഡസ്, ദ അറേബ്യൻ. ഇത് നമ്മൾ പറഞ്ഞല്ലോ, മൗണ്ടെയിൻ ആയാലും മൗണ്ടെയിൻ റേഞ്ച് ആണെങ്കിലും ഓഷ്യൻസ്, ഇതൊക്കെ ഭയങ്കര എന്താണ്, റിവറിന്റെ നെയിം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിന്റെ മുന്നിൽ എപ്പോഴും നമ്മൾ ദാ ചേർക്കും. കാരണം ഇതും ഒരു യുണീക്ക് നെയിം ആയിട്ട് തന്നെയാണുള്ളത്. പിന്നെന്ത് നോക്കിയോ, ഈ ഒരു നൗൺ, ഇത് നോക്കി 7ാമത്തതിന്റെ സബാണ് ഇത് മൊത്തം. അതായത് ഇത് മൊത്തം ഗ്രൂപ്പ് ഓഫ് നൗൺസ് ആണ്. ഇതില് ആദ്യത്തെ നൗൺസ് ആണ് ഞാൻ പറഞ്ഞത്, മൗണ്ട്, സീസ്, ഓഷ്യൻ, അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങള്. രണ്ടാമത്തെ സാധനം നോക്ക്, countries such as United Arab Emirates, the United States of America, United Kingdom, അങ്ങനെ ചില എന്താണ് കൺട്രീസിന്റെ പേര് പറയുമ്പോൾ, കൺട്രീസിന്റെ ചില കൺട്രികളുടെ പേര് പറയുമ്പോൾ അതിന്റെ പുറകിൽ എപ്പോഴും നമ്മൾ ദ ഉപയോഗിക്കും. ദ അമേരിക്കൻ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ലൈക്ക് ദാറ്റ്. എനിക്ക് ഡൗട്ട് ഇല്ലല്ലോ? പിന്നെ സാധനം നോക്കിയോ, അടുത്തത് മൗണ്ടെയിൻ റേഞ്ചസ്. ഇതാണ് ഞാൻ അല്ല മേലെ സി നോക്ക്, എ നേഷൻ ഓർ റിലീജിയസ് കമ്മ്യൂണിറ്റി സച്ച് ആസ് ദ മുസ്ലിം, ദ ഇന്ത്യൻ, ദ ചൈനൻ, ദ ഹിന്ദു, ലൈക്ക് ദാറ്റ്. അതിൽ നോക്ക്, റിലീജിയസിന്റെ കമ്മ്യൂണിറ്റി, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, ഒരു പ്രത്യേക റിലീജിയൻ, ഇതിനൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ദ ഉപയോഗിക്കും. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞു
ഏരിയൊക്കെ പേര് പറയുമ്പോൾ പിന്നെ എന്താ ഓഷ്യൻ, മൗണ്ടെയിൻസ്, പിന്നെ കൺട്രി നെയിമുകള്. കൺട്രി നെയിം എന്ന് പറയുമ്പോൾ വലിയ വലിയ സിറ്റികളുടെ പേര് പറയുമ്പോഴും അങ്ങനെ പറയാറുണ്ട്. കൺട്രി നെയിംസ്, പിന്നെ നമ്മൾ റിലീജിയനും കമ്മ്യൂണിറ്റി. മൂന്നാമത്തത് റിലീജിയന്റെ കമ്മ്യൂണിറ്റി നെയിമിനെ മെൻഷൻ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ എപ്പോഴും ദാ ചേർക്കും. ഇതിനകത്ത് നോക്കിയോ, ഡി നോക്ക്, മൗണ്ടെയിൻ റേഞ്ചസ് സച്ച് ആസ് ദ ആൽപ്, ദ ഹിമാലയാസ്. കണ്ടില്ലേ, ദ ഹിമാലയാസ്. ഹിമാലയാസ് എന്ന് വെറുതെ പറയില്ലല്ലോ, ദ ഹിമാലയ, ദ കൂട്ടും എപ്പോഴും. അപ്പൊ മൗണ്ടെയിൻ റേഞ്ചസ്, റിവേഴ്സ്, ഇതിന്റെ ഒക്കെ പുറകില്. ഇനി ഈ നോക്ക്, വെൽ നോൺ ബിൽഡിംഗ് സച്ച് ആസ് ദ റെഡ് ഫോർട്ട്, ദ പാർലമെന്റ്. നമ്മളെ ഈ ബിൽഡിംഗ് മോണിമെന്റ്സ് ഒക്കെ പറയല്ലോ. അപ്പൊ അങ്ങനെയുള്ള മോണിമെന്റ്സിന്റെ പുറകില് എപ്പോഴും എന്താണ് നമ്മൾ ഉപയോഗിക്കാം, ദ നമ്മൾ ചേർക്കുന്നതാണ് പറയുന്നത്. മോണിമെന്റ്സ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പിന്നെ മോണിമെന്റ്സ് ഒക്കെ അതിന്റെ അടുത്ത് പറയുമ്പോ എന്താണ് ഈ ഇതൊക്കെ പറയുന്നില്ല നമ്മളെ ദശാന്തിവൻ, ജവഹർലാൽ നെഹ്റുവിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ഒക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള നമ്മളെപ്പോഴും എന്ത് ഉപയോഗിക്കും, മഹാഭാരതം. മുസ്ലിംസിന്റെ വരുമ്പോ അപ്പൊ ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഗീത ഇതൊക്കെ ഇത്. അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ ഇതേപോലെയുള്ള എപ്പിക്കുകളിലും കൂടി നമ്മൾ സ്ക്രിപ്ചറുകളില്, എപ്പിക്കുകളില്, പിന്നെ എന്താ ഖുറാൻ, അതേപോലെയുള്ള ഹോളി ബുക്കുകൾക്ക് മുന്നിൽ എന്താണ് ഉപയോഗിക്കുക, ദായാണ് ഉപയോഗിക്കുക. ഉറക്കൊന്നും വരുന്നില്ലല്ലേ, കേൾക്കുന്നില്ലേ? ഉള്ളൂ, നമുക്ക് ഇപ്പൊ തിരക്കാം. അതായത് ഇത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. പിന്നത്തെ സാധനമാണ് എന്തെന്ന് നമ്മൾ സാക്രഡ് ബുക്സിന്റെ പുറകിൽ ചേർക്കണം എന്ന് പറഞ്ഞില്ലേ, അത്. ഇനി അടുത്ത സാധനം നോക്കിയോ, ന്യൂസ് പേപ്പർ ജി ആണ്, ഞാൻ ജി ആണ് പറയുന്നത്. ന്യൂസ് പേപ്പർ സച്ച് ആസ് ദ സ്റ്റേറ്റ്സ്മാൻ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഡെക്കാൻ ക്രോണിക്കിൾ, ഇതേപോലെയുള്ള ന്യൂസ് പേപ്പറിന്റെ, മാഗസിന്റെ ഒക്കെ പുറകില് നമ്മൾ എന്ത്, ഇതൊക്കെ എന്താണ് ഫേമസ് ബുക്സ് എഡിഷൻസ് ആണല്ലോ. അപ്പൊ ഇതിനൊക്കെ മുന്നിൽ നമ്മള് ദ ചേർക്കും, ന്യൂസ് പേപ്പറിന്റെ മുന്നിലൊക്കെ ദ ചേർക്കും. അടുത്ത എച്ച് നോക്ക്, ട്രെയിൻസ്, ഷിപ്സ് സച്ച് ആസ് ദ രാജധാനി എക്സ്പ്രസ്, ദ MV ഹർഷവർദ്ധന. അതേപോലെ ട്രെയിൻസിന്റെയും ഷിപ്പിന്റെയും ഒക്കെ പേരിന്റെ പുറകിൽ നമ്മൾ ദ ചേർക്കുന്ന പറയുന്നത്. പിന്നെ ഐ നോക്ക്, ഹോണേഴ്സ് ആൻഡ് ടൈറ്റിൽസ്. ഈ ടൈറ്റിൽസ് എന്ന് പറയുന്നത് നമ്മളെ ഹെഡിങ് അല്ല കേട്ടോ, നമ്മൾ ഈ ടൈറ്റിൽ കൊടുക്കുക, പദവി കൊടുക്കുക എന്ന് പറയില്ലേ, അതാണ് ഈ ടൈറ്റിൽസ്. അതായത് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അങ്ങനെയൊക്കെ പറയല്ലേ, ചീഫ് മിനിസ്റ്റർ. അതേപോലെ ഹോണേഴ്സ് എന്താണ്, നമ്മളെ ഇതില്ലേ പത്മഭൂഷൺ, ഭാരതരത്ന, അതൊക്കെയാണ് ഈ ഹോണേഴ്സ്. അപ്പൊ ഇങ്ങനെ ഹോണേഴ്സും പിന്നെ ടൈറ്റിൽസും പറയുമ്പോ നമ്മൾ അതിന്റെ പുറകിൽ എപ്പോഴും ദ ചേർക്കും. ദ ഭാരതരത്ന, ദ നോബൽ പ്രൈസ്. അതേപോലെ എന്താണ് ദ പ്രൈം മിനിസ്റ്റർ, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഡിപ്പാർട്ട്മെന്റിന്റെ കേസും പറയൂട്ടോ അത്. ഇതിന്റെ പദവികളും ഇതും കൂടെ ടൈറ്റിൽസും മാത്രമല്ല, ചില ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദ എന്തായാലും മുന്നിൽ ചേർക്കും. അതായത് ദ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, എന്താണ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി, അങ്ങനെ. പിന്നെ ടൈറ്റിൽസ് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ദ പ്രൈം മിനിസ്റ്റർ, ദ ചീഫ് മിനിസ്റ്റർ. അതേപോലെ തന്നെ ഓണേഴ്സ് അല്ലെ, ഓണേഴ്സ് പറയുമ്പോൾ ദ ഭാരതരത്ന, ദ നോബൽ പ്രൈസ്. അതേപോലെ ഇനി ജെ നോക്ക്, പോയിന്റ് ജെ, ഫേമസ് ഇവന്റ് സച്ച് ആസ് ഒളിമ്പിക്സ്, ദ സാർക്ക് ഗെയിംസ് എക്സെട്ര. നമ്മൾ ഫേമസ് ആയിട്ടുള്ള ചില എന്താണ് ഇതിനെ പറ്റി പറയുമ്പോഴേ എന്താ ഫേമസ് ആയിട്ടുള്ള ഇവന്റുകൾ ഉണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ള ഇവന്റുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താ ഉപയോഗിക്കാം, മാക്സിമം നമ്മൾ ദ ഉപയോഗിക്കും. ദ ഒളിമ്പിക്സ്. അത് എന്താ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ പറയാം, ദ ഒളിമ്പിക്സ്.
ദ സാർക്ക് ഗെയിംസ്. അതേപോലെ ഫേമസ് ഇവന്റുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ മുന്നിൽ ദാ ചേർക്കും. നെക്സ്റ്റ് നോക്കിക്കോ, nouns that represent the whole class. The tiger is our national animal. എട്ടാമത്തെ സാധനം നോക്ക്, നമ്മള് ഇതില് ടൈഗർ ഈസ് അവർ നാഷണൽ ആനിമൽ എന്ന് പറഞ്ഞാല് നമ്മളെ ദേശീയ മൃഗം കടുവയാണ്. ഇത് ഏത് കടുവയാണെന്ന് സ്പെസിഫിക് ആയിട്ട് ആരും പറയുന്നില്ല. കടുവയാണെന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് എത്രത്തോളം കടുവയുണ്ടോ അതിലുള്ള എല്ലാ കടുവയാണ് നമ്മളെ ദേശീയ മൃഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഏതിനെങ്കിലും ഒന്നിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ കൂടെ എന്താണ്, ആ ഒരു ഹോൾ ക്ലാസ്സിനെയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായി? ജനറലൈസ് ചെയ്ത് നമ്മൾ പറയാണ്. നോക്കിയോ, ബിഫോർ ദ നെയിംസ്, സോറി, എട്ടാമത് നോക്ക്, ദാറ്റ് റെപ്രസെന്റ്സ് ദ ഹോൾ ക്ലാസ്. ഒരു നൗണ് ഒരു ഹോൾ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. കടുവ നമ്മുടെ ദേശീയ മൃഗാണെന്ന് പറയുമ്പോൾ ഈ കടുവ പറയുന്നത് നമ്മൾ ആ ഒരു കടുവ വർഗത്തിന്റെ മൊത്തത്തെയാണ്. അപ്പോ അങ്ങനെ പറയുമ്പോൾ ദ ടൈഗർ, വെറും കടുവയല്ല, ദ ടൈഗർ, അതായത് ആ ഒരു ആ ഒരു ബ്രീഡ് മൊത്തം, സോറി, ആ ഒരു ഫാമിലി, കടുവ ഫാമിലി മൊത്തമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു നൗണിന്റെ പുറകിൽ എപ്പോഴും ദാ പറയും. ഒമ്പതാമത് നോക്കൂ, ലാസ്റ്റ് ആണ്, ബിഫോർ നെയിംസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. നമ്മള് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അറിയാലോ, ഗിത്താറ്, വയലിന്, വീണ, അങ്ങനത്തെ ഒക്കെ സാധനത്തിന്റെ മുന്നില് ദ ഗിറ്റാർ, ദ വയലിൻ, ദ തബല, അങ്ങനെ നമ്മൾ പറയും, ദ ഡ്രംസ്. അപ്പോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പുറകില് നമ്മൾ പറയും. ഇത്രയും സാധനങ്ങൾ മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ തുടങ്ങി എവിടുന്ന? ഒന്നാമത് നമ്മൾ പറഞ്ഞു ഓൾറെഡി മെൻഷൻ ചെയ്ത കമ്മ്യൂണിക്കേഷനിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സാധനത്തിന് ഒന്നും കൂടെ പറയാൻ, നമ്മൾ ആ ഒരു പോർമാനെ കുറിച്ച് പറഞ്ഞല്ലോ ഫസ്റ്റില്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞ നൗണിനെ ഓൾറെഡി മെൻഷൻ ചെയ്തതിനെ ഒന്നും കൂടെ പറയുമ്പോ നെക്സ്റ്റ് സെന്റൻസിൽ നമ്മൾ ആ നൗണിന് പുറകിൽ ദാ ചേർക്കും. പിന്നെ പറഞ്ഞത് സിംഗുലർ ഓർ പ്ലൂറൽ ആയിട്ടുള്ള നൗൺസിന്റെ സ്പെസിഫിക് റെഫറൻസ് കൊടുക്കുമ്പോ അതായത് അതിന്റെ മൂന്നാമത്തേതിൽ കണ്ടില്ല, ദ സ്റ്റോറി ഇൻ ദ ബുക്ക് ആർ വെരി ഇൻട്രസ്റ്റിംഗ്, ദ സ്റ്റോറീസ് ഇൻ ദിസ് ബുക്ക്. ദ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്താണ് ആ നൗണിനെ പറയുന്നത്, അത്ര ആലോചിച്ചാൽ മതി. പിന്നെ ഡേറ്റ് ആൻഡ് ഓർഡിനൽസ് പറയുന്നില്ലേ, നമ്മൾ സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ്, അതേപോലെ പറയുന്ന ഓർഡിനൽ നമ്പർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് മുന്നിൽ എപ്പോഴും ദാ ഉപയോഗിക്കും. ഇതാണ് മൂന്നാമത്തെ. നാലാമത്തത് നോക്കിക്കോ, ദ സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഓഫ് അഡ്ജക്റ്റീവ്സ്. നമ്മൾ പറഞ്ഞല്ലോ, ടോളസ്റ്റ്, മോസ്റ്റ്, ബെസ്റ്റ്, അങ്ങനെ പറയുന്ന തേർഡ് ടൈപ്പ്, അതായത് സൂപ്പർലേറ്റീവ്, കമ്പാരേറ്റീവ് അല്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഒരു വേർഡിന്റെ സൂപ്പർലേറ്റീവ്, ഒരു നൗണിന്റെ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിന്റെ ആയാലും സൂപ്പർലേറ്റീവ് ഡിഗ്രിൻ്റെത് വരുമ്പോ സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്, അതിന്റെ സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ മൂന്നാമത്തെ സ്മോളസ്റ്റ് ആണല്ലോ. ആ സ്മോളസ്റ്റിന്റെ അങ്ങനെ വരുന്ന മാക്സിമം EST ലാസ്റ്റ് അവസാനിക്കുന്ന വേർഡ്സ്, അതാണ് ഈ സൂപ്പർലേറ്റീവിന്റെ അടുത്തുള്ള വരിക. അപ്പൊ അതിന്റെ പുറകിൽ എപ്പോഴും എന്ത് വരും? ദാ വരും. പിന്നത്തെ റൂള് നോക്കിക്കോ, പിന്നെ യുണീക്ക് ആയിട്ടുള്ള സണ്ണ്, സ്കൈ, എർത്ത്, അതേപോലുള്ള യുണീക്ക് ആയിട്ടുള്ള പുറകിൽ എന്ത് വരും? ദാ വരും. എക്സാമ്പിൾ, ദ എർത്ത് ഗോസ് റൗണ്ട് ദ സൺ, ദ എർത്ത്, കണ്ടില്ലേ? പിന്നെ ഏഴാമത്തെ നോക്കിക്കോ, ഒരുപാട് നൗണുകള് പുറകില് ദാ വരുന്നുണ്ട്. ഒന്നാമത് സീ, ഓഷ്യൻ, റിവേഴ്സ്, ഹിന്ദു ആൻഡ് അറേബ്യൻ സീ, അങ്ങനെ വരുന്ന നൈല്, ഇതിന്റെ ഒക്കെ പുറകില് ദാ വരും. രണ്ടാമത്തെ സാധനം കൺട്രീസ് സച്ച് ആസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചില കൺട്രികളുടെ പേരിന്റെ പുറകില് ദാ വരുന്നുണ്ട്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ അമേരിക്ക, അതേപോലെ. പിന്നത്തത് പറയുകയാണെങ്കിൽ നോക്കിയോ, നാഷണൽ ആയിട്ടുള്ള റിലീജിയനെയോ കമ്മ്യൂണിറ്റിയോ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പറയുമ്പോൾ, നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ പുറകിൽ ദ പറയും, ദ ഇന്ത്യൻ, ദ മുസ്ലിം, ദ ഹിന്ദു, അതേപോലെ. പിന്നെ മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ച് പറയുമ്പോൾ, മൗണ്ടെയിൻ റേഞ്ചസ് നമ്മൾ ഹിമാലയാസിനെയും ആമസോൺ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ദാ അതിന്റെ പുറകില് ഇടും. പിന്നെ ഈ നോക്ക്, വെൽ നോൺ ബിൽഡിങ്സ്, മോണ്യുമെന്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പാർലമെന്റ് മന്ദിരം, പിന്നെ ദ റെഡ് ഫോർട്ട്, ഇതൊക്കെ ഇതേപോലെയുള്ള ബിൽഡിങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പുറകില് ദ റെഡ് ഫോർട്ട്, ദ പാർലമെന്റ്, ദ വൃന്ദാവൻ, ദ ശാന്തിവൻ, അതേപോലെ അങ്ങനെ പറയും. പിന്നത്തെ സാധനം സ്ക്രിപ്റ്റേഴ്സ്. സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോളി ബുക്സ് ആണ്, ഖുറാന്, ബൈബിള്, അതേപോലെയുള്ള സ്ക്രിപ്റ്റേഴ്സിന്റെ പുറകില് ദാ ഉപയോഗിക്കും. പിന്നെ ന്യൂസ് പേപ്പർ പോലെയുള്ള സാധനം, ടൈംസ് ഓഫ് ഇന്ത്യ, അതേപോലെയുള്ള സാധനങ്ങളും പുറകില് നമ്മള്
ദ ഉപയോഗിക്കും. ചില മാഗസീനുകളും ഞാൻ പറഞ്ഞു അതിന്റെ പുറകിലും ദ ഉപയോഗിക്കും. പിന്നെന്താ ട്രെയിൻസ്, ഷിപ്സ്, അതിന്റെ ഒക്കെ പേരിന്റെ പുറകില് ദ ഉപയോഗിക്കും. പിന്നെ ചില ടൈറ്റിൽസും ഡിപ്പാർട്ട്മെന്റ്സും ഞാൻ പറഞ്ഞല്ലോ, ചില പദവികൾക്ക് മുന്നിലും പിന്നെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളുടെ മുന്നിലും ദ ഉപയോഗിക്കും. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, അത് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഈ പദവി ഹോണേഴ്സ്, ടൈറ്റിൽസ് കൊടുക്കുന്നത് പിന്നെ ദ ചീഫ് മിനിസ്റ്റർ, ദ പ്രൈം മിനിസ്റ്റർ, ദ പത്മഭൂഷൺ, പിന്നെ അതേപോലെ ദ ഭാരതരത്ന, അതേപോലത്തെ സാധനത്തിന്റെ പുറകിൽ ദ ഉപയോഗിക്കും. പിന്നെ ആ പേരിന്റെ പുറകിൽ വരുന്നതിൽ ലാസ്റ്റതാണ് എന്തെന്ന്, ഫേമസ് ആയിട്ടുള്ള ഇവന്റുകളുടെ പുറകിൽ നമ്മൾ ദ ഉപയോഗിക്കുന്നുണ്ട്. ഒളിമ്പിക്സിന്റെ മുന്നിൽ ദ ഒളിമ്പിക്സ്, ദ സാക്ക്, ഇതിന്റെ ഒക്കെ പുറകിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ദ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞതിൽ ഒരു ഡൗട്ടും ഇല്ലല്ലോ, ഒരു ഡൗട്ട് ഉണ്ടാവാൻ വഴിയില്ല. ഞാൻ ഇപ്പൊ രണ്ടാമതും അതേ സാധനമാണ് പറഞ്ഞത്. പിന്നെ ഇത്രയാണ് നമ്മൾ ഇതിനെ പറ്റി പറയുന്നത്, ദായുടെ യൂസേജിന്റെ റൂൾസ് പറയുന്നത്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി എത്ര തന്നെ നമ്മൾ റൂൾസ് പറഞ്ഞാലും അതിന്റെ അകത്ത് എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് ഇംഗ്ലീഷ് അല്ല. എപ്പോഴും ഇംഗ്ലീഷിൽ എക്സെപ്ഷണൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു റൂൾ ഉണ്ടാവും. ഈ റൂളൊന്നും ബാധകമല്ലാത്ത കുറച്ച് പേര് എപ്പോഴും പുറത്തുണ്ടാവും. അപ്പൊ ഇത്രയാണ് ദാ ഉപയോഗിക്കേണ്ട റൂള്. എന്നിരുന്നാലും ചിലതൊക്കെ വരും. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഇനി നോക്കാം. ഇതിന്റെ ലാസ്റ്റത്തെ ഒരു ഇത് നോക്ക്. നോട്ട് ദാറ്റ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ്. ചിലതിൽ നമ്മൾ ഒമിറ്റ് ചെയ്യേണ്ട ഇടങ്ങൾ വരുന്നുണ്ട്. ദാ നമ്മൾ ഒമിറ്റ് ചെയ്യേണ്ട ഇടങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നത്. ഈ ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ദി ഫോളോയിങ്. ചിലതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡെഫിനിറ്റ് ആർട്ടിക്കിളുകൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതെവിടെയൊക്കെ കൂടെ നോക്കിയാൽ നമുക്ക് ഇവിടെ ക്ലാസ് ഇവിടെ തീർക്കാം. ബിഫോർ ദ നെയിംസ് ഓഫ് സ്റ്റേറ്റ്സ്, സിറ്റീസ് ഓർ ടൗൺസ്, ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ് ന്യൂഡൽഹി. ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ് ദ ന്യൂഡൽഹി എന്ന് പറയാൻ പാടില്ല. അതായത് ചില ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, പിന്നെ ഇത് തലസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളുടെ പുറകിൽ അല്ലെങ്കിൽ വലിയ വലിയ സിറ്റികളുടെ എല്ലാം പുറകില് ദ ചേർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊരു റൂളാണ്. ഇത് ദ ഉപയോഗിക്കരുത് എന്നാണ് കേട്ടോ. അപ്പോ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ് ന്യൂഡൽഹി, നോട്ട് ദ ന്യൂഡൽഹി. മനസ്സിലായല്ലോ? പിന്നത്തെ സാധനം നോക്കിയോ, ഇത് നോക്ക്. ബിഫോർ ദ നെയിംസ് ഓഫ് സ്ട്രീറ്റ്സ്, ചില സ്ട്രീറ്റിന്റെ പുറകിൽ ദ ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിൾ നോക്കിയോ, മൈ ഓഫീസ് ഈസ് അറ്റ് എ കോളേജ് സ്ട്രീറ്റ്. ദ കോളേജ് സ്ട്രീറ്റ് അല്ല, എ കോളേജ് സ്ട്രീറ്റ്. പിന്നെ മൂന്നാമത്തെ സാധനം നോക്കിയോ, ബിഫോർ ദ നെയിംസ് ഓഫ് ഗെയിംസ്, ചില ഗെയിമിന്റെ പുറകിൽ നമ്മൾ ദ ഉപയോഗിക്കരുത് എന്നാ പറയുന്നത്. ലെൻഡർ പീസ് പ്ലേസ് ടെന്നീസ്, നോട്ട് ദ ടെന്നീസ്. ദ ടെന്നീസ് എന്ന് പറയാൻ പാടില്ല, ദ ഫുട്ബോൾ എന്ന് പറയാൻ പാടില്ല. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ഇതിൽ വരുമ്പോ അതാ അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സ്പെസിഫിക് റൂൾ ആയിട്ട് ഇവർ ഇതിൽ പറയുന്നത്. ഇത്രയാണ് എന്തെന്ന് ദായുടെ യൂസേജ് പറയുന്നത്. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഈ ആർട്ടിക്കിൾസ്. അതായത് ദ, എ, ആൻ, ഈ മൂന്നെണ്ണാണ് ആർട്ടിക്കിൾസ്. നമ്മൾ എയും ആനും ദായും പറഞ്ഞു കഴിഞ്ഞു. എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, ഇത് വരുന്നത്, ദ വരുന്നത് ആണല്ലോ. പിന്നെ ഈ ദ ഉപയോഗിക്കുന്നതിലാണ് കുറച്ചധികം റൂൾസ് ഞാൻ പറഞ്ഞത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ ജനറൽ ആയിട്ട് രണ്ട് യൂസ് ആണ് ഉള്ളത്, എയും ആനും. എ ഉപയോഗിക്കേണ്ടത് എപ്പോഴും കാറ്റ്, ഐ മീൻ കോൺസണന്റിന്റെ പുറകില്. എ കാറ്റ് ആലോചിച്ചാൽ മതി, കോൺസണന്റ് കാറ്റ്, ക്ക് ആലോചിക്കുക. അപ്പൊ എപ്പോഴും എ ആണ് വരിക. ആൻ കാറ്റ് എന്നൊന്നും പറയില്ല കേട്ടോ, എ കാറ്റ്. പിന്നെ എന്താണ്, ആൻ ആപ്പിൾ, അത് ആലോചിക്കുക. അപ്പൊ ആൻ ആപ്പിൾ എന്ന് പറഞ്ഞാല് എ, ആപ്പിൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വവ്വൽ കൊണ്ടായതുകൊണ്ട് എ സൗണ്ട് വവ്വൽ ആയതുകൊണ്ട് അതിന്റെ പുറകിൽ എപ്പോഴും ആൻ ആണ് വരിക. അപ്പൊ വവ്വലിന്റെ പുറകിൽ ആനും കോൺസണന്റിന്റെ പുറകിൽ എയും ആണ് വരിക. പക്ഷെ അതിൽ കൂടെ നമ്മൾ കുറച്ച് എക്സെപ്ഷണൽ കേസസ് പറഞ്ഞിരുന്നു. ഓണസ്റ്റ്, അതേപോലെയുള്ള കുറച്ച് യൂറോപ്യൻ ഓണസ്റ്റ്, അതേപോലത്തെ കുറച്ച് എക്സെപ്ഷണൽ വേർഡ്സ് പറഞ്ഞായിരുന്നു. ഇത്രയാണ് ആർട്ടിക്കിൾസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ക്വസ്റ്റ്യൻ വന്നാൽ എന്തായാലും അറ്റൻഡ് ചെയ്യുക, സിമ്പിൾ ആണ്. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.